തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികാരന്മാരായ DMKയും AIADMKയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് നടൻ വിജയുടെ തമിഴകം വെട്രിക്കഴകം കുതിക്കുകയാണ്. 1967 ശേഷം ആദ്യമായി DMKയോ AIADMKയോ അല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാടിന്റെ അധികാരം പിടിക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് അരങ്ങേറ്റത്തിൽ തന്നെ വലിയ ഒരു നീക്കം വിജയുടെ പാർട്ടിയായ തമിഴകം വെട്രിക്കഴകം നടത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 90-ലധികം മണ്ഡലങ്ങളിൽ TVK ലീഡ് ചെയ്യുകയാണ്. AIADMK സഖ്യം 74 സീറ്റുകളിലും ഭരണകക്ഷിയായ DMK സഖ്യം 56 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. തമിഴ് മണ്ണിൽ അരനൂറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് വിജയ് ഈ പടയോട്ടം നടത്തുന്നത്. ആദ്യഘട്ടത്തിലെ ബലസൂചനകൾ പുറത്തു വന്നതോടെ തമിഴക വെട്രിക്കഴകം ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് പാർട്ടി വക്താവ് ഫെലിക് ജെറോൾഡ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. DMK ഇരുട്ടുമുറിയിൽ തപ്പുകയായിരുന്നു. അവർക്കിപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ടാകും. TVK ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. സിനിമയിലെ താരപദവിക്കപ്പുറം മാറ്റം ആഗ്രഹിക്കുന്ന പുതിയ വോട്ടർമാരുടെ വലിയ പിന്തുണ വിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത പാർട്ടിക്കെതിരെയുള്ള അതിശക്തമായ തരംഗം സംസ്ഥാനത്ത് ദൃശ്യമാണ്. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഫോർട്ട് സെന്റ് ജോർജിൽ വിജയ് അധികാരമേൽക്കുമോ എന്നാണ് ഇപ്പോൾ തമിഴകം ഉറ്റുനോക്കുന്നത്. DMKയുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി കരുതപ്പെടുന്ന കൊളത്തൂരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5ാം റൗണ്ടിലും പിന്നിലായി തുടരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കട്ടിംഗ് സൗത്തും സനാതന ധർമ്മത്തിനെതിരെയുള്ള അധിക്ഷേപവും ഹിന്ദി ഭാഷാ വിരോധവുമെല്ലാം സ്റ്റാലിന് എതിരായി. സിനിമയിലെ താരപദവിക്കപ്പുറം മാറ്റം ആഗ്രഹിക്കുന്ന പുതിയ വോട്ടർമാരുടെ വലിയ പിന്തുണ വിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. DMKയിലെ മുഖ്യമന്ത്രി സ്റ്റാലിനും അതോടൊപ്പം തന്നെ മകൻ അതായത് സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിനും കൂടെ സനാതന ധർമ്മത്തെ അടച്ചാക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 2003 സനാതനധർമ്മം സാമൂഹ്യ നീതിക്കും സമത്വത്തിനും എതിരാണെന്നും അത് ഡെങ്കിപ്പനി, മലേറിയ പോലെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് ഉദയനിധി സ്റ്റാലിന്റെ അഭിപ്രായം വന്നിരുന്നു. ഇത് വലിയ വാദമാവുകയും BJP നേതാക്കൾ ഇത് ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു തരമാണെന്ന് BJP നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി അണപൊട്ടുന്ന തരത്തിലുള്ള ഒരു വികാരങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഇത് മാറ്റി പറയാനോ അല്ലെങ്കിൽ പിൻവലിക്കാനോ മാപ്പ് പറയാനോ ഒന്നും സ്റ്റാലിൻ തയ്യാറായില്ല. ഇത് തെറ്റാണ് എന്ന് തിരുത്താനും ഉദയനിധി സ്റ്റാലിൻ തയ്യാറായില്ല. കൂടാതെ അച്ഛനായ അതായത് ഉദയനിധി സ്റ്റാലിന്റെ അച്ഛനായ സ്റ്റാലിനും തയ്യാറായില്ല. കൂടാതെ പാർട്ടിയും ഇതിലൊന്നും തന്നെ ഇടപെട്ടില്ല. പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തമിഴ്നാട് സാക്ഷ്യം വെച്ചു. കൂടാതെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ അത് റോഡിൽ കൂടെയൊക്കെ പോകുന്ന ഘോഷയാത്രകളായിരുന്നാലും അതിലൊന്നും തന്നെ DMK സർക്കാർ അനുമതി കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ വ്യാപകമായി ഹൈക്കോടതിയിലടക്കം പോയി ചെന്നാണ് ഹിന്ദുക്കൾ അനുകൂലമായ ഒരു വിധി നേടിയതിനു ശേഷമാണ് ഘോഷയാത്രകളും ഉൾപ്പെടെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം തമിഴ്നാടിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഇഷ്ടം പോലെ ക്ഷേത്രങ്ങൾ ഓരോ സ്ഥലത്തും തമിഴ്നാട്ടിലുണ്ട് എന്നതാണ്. പരമ്പരാഗതമായ ഓരോ ക്ഷേത്രങ്ങളും തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അവിടെ തമിഴ്നാട്ടിന്റെ രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ മുരുകഭക്തരുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്നടക്കം അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഹൈന്ദവരുടെ മനസ്സിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ള ഒരു വികാരത്തിലേക്ക് എത്തി. അതോടെ കോടതി ഇതിൽ ഇടപെടുന്നു. ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിദ്വേഷ പരാമർശമാണെന്ന് മദ്രാസ് ഹൈക്കോടതി പറയുന്നു. കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇത് തെറ്റാണെന്ന്. എങ്കിലും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളിയതോടെ വീണ്ടും ഹിന്ദുക്കളുടെ മനസ്സിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് എത്തി. കൂടാതെ സംസ്കൃതം ഒരു മൃദുഭാഷ, അതായത് ഒരു ഡെഡ് ലാംഗ്വേജ് അഥവാ ഒരു ഭാഷയാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശവും ഹിന്ദു വിരുദ്ധമായി അത് വലിയ രീതിയിൽ ചിത്രീകരിച്ചു. ഉദയനിധി സ്റ്റാലിൻ തന്റെ പ്രസ്താവനയിൽ അന്ന് ഉറച്ചു നിൽക്കുകയും മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് ഉറച്ചു പറയുകയും ചെയ്തപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു ആഹ്വാനമായി അത് മാറി. മറിച്ച് സനാതന ധർമ്മത്തിലെ വിവേചനങ്ങൾക്കെതിരെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് മൊത്തത്തിൽ തന്നെ അവിടെ കട്ടിംഗ് സൗത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഉദയനിധി സ്റ്റാലിൻ ചെയ്യുന്ന ഏറ്റവും വലിയ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എതിരെ അതായത് ഹൈന്ദവർക്കെതിരെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്പേസ് തമിഴ്നാട്ടിൽ ഒരു
ഒതുക്കി കൊടുക്കുക ഉദയനിധി സ്റ്റാലിൻ ചെയ്തു. അത് സ്റ്റാലിനും അതിൽ കൂടെ ചുക്കാൻ പിടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകൾ ഇവർക്ക് കിട്ടി. അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയാലും ഹിന്ദുക്കളെ തമിഴ്നാട്ടിൽ വെച്ച് അപമാനിക്കുക, പരസ്യമായി അവരെ അവമാനിക്കുക, അവർക്കെതിരെ തെറി വിളിക്കുക, ഹൈന്ദവ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ബാക്ടീരിയ, മലേറിയ എന്നൊക്കെ പറയുക, അതിനെ നിർമ്മാർജ്ജനം ചെയ്യണം, തമിഴ്നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു വിവാദമായ പ്രസ്താവന നടത്തിയപ്പോഴാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ ദ്രാവിഡർക്ക് ഒന്നടങ്കം ദേഷ്യം വരുന്ന തരത്തിൽ ഒരു രീതി അവിടെ ഉണ്ടായത്. അതിനുള്ള വഴിയൊക്കെ വെച്ചത് സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇനി ആ DMK പാർട്ടി ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട്ടിലെ ജനത അല്ലെങ്കിൽ തമിഴകം ഒന്നിച്ച് ഒരു തീരുമാനമെടുത്തത്.